ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. സ്ത്രീകളുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത പിണറായി സർക്കാരിനെ സ്ത്രീകൾ തന്നെ താഴെയിറക്കുമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിബി മേത്തർ MP. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജിബി മേത്തർ. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി, സാധാരണക്കാരനും പാവപ്പെട്ടവനും ജീവിതം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന LDF സർക്കാരിനെതിരെയും കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത സ്വന്തം മക്കളെ മനസ്സമാധാനത്തോടുകൂടി ക്യാമ്പസുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞുവിടാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുമ്പോൾ അവിടെ ഒന്നുകിൽ SFIയുടെ റാങ്കിങ്ങിനിരയാവുന്ന സാഹചര്യം, അതല്ല എങ്കിൽ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയുമാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഒരു കാര്യം എഴുതി വെച്ചോളൂ, കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെയിറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. മഹിളാ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ നൽകിയ സ്വീകരണ യോഗം C. സംഗീത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോകം ഉരുക്കു വനിത എന്ന് വിശേഷിപ്പിച്ച നമ്മുടെയൊക്കെ നേതാവ് പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിജിയുടെ ആശയത്തിലുണ്ടായ, സ്വപ്നത്തിലുണ്ടായ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന സ്ത്രീകളുടെ സംഘടന. ആ ആശയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആശയങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ എത്തിക്കുന്ന, ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന സ്ത്രീകളിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി. ഇനി വരാൻ പോകുന്ന 2026 ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് UDF സർക്കാരായിരിക്കും. ഇന്നത്തെ പിണറായി സർക്കാരിന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വേർതിരിക്കുന്ന കാലഘട്ടമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വരാൻ പോകുന്ന UDF സർക്കാരില് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ളതും നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ സാമ്പത്തികമായും മാനസികമായ ഉന്നമനത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഉപരിയായിട്ട് ഒരു സഹോദരികളായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി സമഗ്രമായ റിപ്പോർട്ട് ഉണ്ടാക്കി ആവശ്യമായ പദ്ധതികളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗം കൂടിയാണ് എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള സാഹസയാത്രയുടെ ഒരു കടന്നുവരവ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിബി മേത്തർ MP ജാഥ വിശദീകരണം നടത്തി. ഭയത്തില്ലിനി നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത്. കരുത്തോടെ വിരൽ ചൂണ്ടുമെന്നും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. മണ്ഡലം പ്രസിഡന്റ് KB അനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, ഫാത്തിമ എരവക്കാട്, ഇന്ദിരാദേവി ടീച്ചർ, KT റുഖിയ, സുനിത കീഴായൂർ, മാളുക്കുട്ടി, രഞ്ജു സിബി, ആമിനക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.